നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ചെയ്യുവോ ഞാൻ? അമ്മ തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, ഇനി ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അയാൾ അമ്മയുടെ കൂടെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ കൂടെ അങ്ങനെ ശിവദാസ് സാർ നടക്കാറൊന്നുമില്ല. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെറ്റീരിയൽസിന്റെ പർച്ചേസിനൊന്ന് കൂടെ പോകേണ്ടി വന്നു. അല്ലാതെ ഇതിലെന്താ, ചെന്നു പർച്ചേസ് ചെയ്തു തിരിച്ചു പോന്നു. അതിനപ്പുറം ഈ അമ്മയ്ക്ക് ഒരു ബന്ധവും ഇല്ല മോളെ. അത് തന്നെയല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ മക്കളോട് അമ്മയ്ക്ക് പറയാൻ തന്നെ നാണക്കേടാ. അമ്മ എങ്ങനെ അനാവശ്യമായിട്ട് അവിശ്വസിക്കാന്ന് പറയുന്നതിനൊരു മാനക്കേടല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അമ്മയെ ഞാൻ അവിശ്വസിക്കില്ല. പക്ഷെ അയാളെ എനിക്ക് ഇഷ്ടമല്ല, അത് മാത്രം കാര്യം. അല്ലാതെ മെറ്റീരിയൽ പർച്ചേസിനോ ഗാർമെന്റ്സിന്റെ കാര്യത്തിനോ പോകുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. അത് ആരുടെ കൂടെ ആയാലും. പക്ഷെ അയാള് വേണ്ട, അയാളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വേണ്ട. അത്രയ്ക്ക് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഈ ദ്രോഹിച്ചു എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ലേ മോളെ? വേണ്ട, ഇനി എനിക്കതിന്റെ സത്യാവസ്ഥ അറിയണ്ട. ഞാൻ അറിഞ്ഞത് തന്നെ സത്യം. ഇനി അതിനൊരു വിശകലനത്തിന്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ അയാളുടെ കൂടെ ഇതുപോലത്തെ പർച്ചേസിങ്ങിനോ കുടുംബ ബിസിനസിനോ പോവാം. പക്ഷെ എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണം. ഞാനിവിടുന്ന് പോയേക്കാം. ഏയ്, അങ്ങനെ ഒന്നും മോള് ചിന്തിക്കണ്ട. വേണ്ടെങ്കി വേണ്ട. അമ്മയ്ക്ക് ഇപ്പോ കുഴപ്പമില്ലാത്തൊരു ഓഫറാ കിട്ടിയിരിക്കുന്നത്, അതും മുംബൈയിൽ നിന്ന്. ആ ഓർഡർ ഒന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് ഡിസൈൻസ് ഒന്ന് സെല് ചെയ്ത് തുടങ്ങട്ടെ. അത് കഴിഞ്ഞ് മോള് പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള കാണലും സംസാരവും ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഈ ഒരു ബന്ധവും വളരെ നല്ല ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. നമ്മളെ രക്ഷപ്പെടുത്താനേ ശിവദാസ് സാർ ചിന്തിച്ചിട്ടുള്ളൂ. അതല്ലാതെ വേറൊരു മോട്ടീവും അമ്മയ്ക്ക് തോന്നിയിട്ടില്ല.